ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിന്നറിനോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ഹൈദരാബാദി ചിക്കൻ മസാല കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഈ റൊട്ടിയും ചിക്കൻ്റെ മസാലയും നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ റൊട്ടി തയ്യാറാക്കാനുള്ള മാവ് ആദ്യം റെഡിയാക്കുന്നുണ്ട്. 4 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചോറ് വെച്ചിട്ടാണ് ഈ ഒരു റൊട്ടി തയ്യാറാക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കുക മൈദ. നിങ്ങളിപ്പോൾ 5 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ 2.5 കപ്പ് ചോറ് എടുക്കുക. ഞാനിവിടെ 4 കപ്പിലേക്ക് 2 കപ്പ് ചോറാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ മൈദ മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പ് അളവില്ലെങ്കിൽ ഏതെങ്കിലും ബൗളോ വല്ലതും എടുത്തിട്ട് അതിൽ തന്നെ എല്ലാം അളന്നെടുത്താൽ മതി. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു 2 കപ്പ് ചോറിലേക്ക്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ അരച്ചെടുത്തിട്ട് ആ ഒരു മൈദയും ഉപ്പും ഓയിലും ചേർത്ത് വെച്ചിട്ടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഇനി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചോറ് അരച്ചിട്ടുള്ള ആ 1 കപ്പ് വെള്ളം മാത്രമേ ഇതിൽ മൊത്തം ആഡ് ചെയ്താൽ മതി. ഇതേപോലെ നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം. നമ്മൾ ചോറ് അരച്ച് ചേർത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. റൊട്ടി ഉണ്ടാക്കുമ്പോഴും നല്ലപോലെ തന്നെ കിട്ടുകയും ചെയ്യും. കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. കയ്യിലൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് മൈദയോ അല്ലെങ്കിൽ എണ്ണയോ യൂസ് ചെയ്താൽ മതി. ഇതിനെ ഒരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അടച്ചിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. മാവ് കുഴച്ച് വെച്ചിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കാം. വീഡിയോയുടെ ഇടയ്ക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് ചിക്കൻ്റെ കറി കാണിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഈ അളവിൽ 15 റൊട്ടിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട് ഒട്ടി പിടിക്കാതിരിക്കാനായിട്ട്. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒരേപോലെയുള്ള ബോൾസ് ആക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണിത്. ഇനി ഇതെല്ലാം ബോളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ റൗണ്ടിൽ പരത്തിയെടുക്കാം. അല്ലെങ്കിൽ സ്ക്വയറായിട്ടോ പരത്തിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ലെയറൊക്കെ നന്നായിട്ട് വിട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കിട്ടും. എന്നാൽ പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര പണിയുമില്ല. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു റൊട്ടി. അപ്പോൾ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും മതി. പക്ഷേ ഈ റൊട്ടിക്ക് സൺഫ്ലവർ ഓയിലാണ് ഒന്നുകൂടെ നല്ലത്. അതിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു സൈഡൊന്ന് മടക്കി വെച്ചിട്ട് വീണ്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട. ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒരു കുറച്ച് ഓയിൽ മാത്രം മതി. എന്നിട്ട് അടുത്ത സൈഡിൽ നിന്നൂടെ ഒന്ന് മടക്കിയിട്ട് വീണ്ടും ഇത് 2 പ്രാവശ്യം കൂടെ മടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴും ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ട് പിന്നീട് പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയിട്ട് ചുട്ടെടുക്കാം. നമ്മൾ പരത്തി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആദ്യം 2 എണ്ണമൊക്കെ പരത്തിയിട്ട് ചുട്ടെടുക്കുന്ന നേരത്ത് ബാക്കി പരത്തിയെടുത്താൽ മതി. നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഒട്ടും തന്നെ കനമില്ലാതെ ഇതേപോലെ പരത്തിയെടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടാക്കി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഈ ഒരു റൊട്ടിയുടെ ഒരു പീസ് എടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ബബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. വീണ്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിലും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഇത് ബബിൾ പോലെ തന്നെ വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണ്. നമ്മൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കുന്ന അത്ര പാടുമില്ല. വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറേ നേരം ഇരുന്നാലും ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും.
അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഈ കോർണറൊക്കെ നല്ലപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കണം. ബാക്കിയുള്ള റൊട്ടിയെല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ ഒരെണ്ണം ചുട്ടെടുക്കുന്ന നേരത്ത് ബാക്കിയുള്ളതുകൂടെ പരത്തിയെടുത്താൽ മതി. ഈ റൊട്ടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നീടൊന്ന് കുറച്ച് വെച്ചിട്ട്, തീരെ ലോ ഫ്ലെയിമിൽ വെക്കണ്ട. റൊട്ടി പാനിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നീടൊന്ന് കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാക്കിയുള്ള റൊട്ടിയെല്ലാം ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടിയാണിത്. ഇത് ചെയ്തിട്ട് ഒരു ചൂട് പോകാതിരിക്കാൻ ഏതെങ്കിലും പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി. ഞാൻ ഇതെല്ലാം ചുട്ടിട്ട് ഒരു കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൊട്ടിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയെടുക്കാം. ഇത് ഹൈദരാബാദി ചിക്കൻ മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. 2 വട്ടമായിട്ട് ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ സവാള എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാള ഫ്രൈ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് വിടർത്തിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതിനി ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. 2 സവാളയാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നീട് മസാല തയ്യാറാക്കുമ്പോൾ സവാള ചേർക്കുന്നുണ്ട്. സവാള മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈര് 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ചേർക്കരുത്. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതച്ചത് വേണം ചേർക്കാനായിട്ട്. 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതെല്ലാം നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം. നല്ലപോലെ തന്നെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഈ ഒരു ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. ഹൈദരാബാദി ചിക്കൻ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കുക. ഒരു 4 വറ്റൽമുളകും 1 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകവും ഒരു ചെറിയ പീസ് പട്ടയും ഏലക്കയും ഗ്രാമ്പുവും പിന്നെ ഒരു തക്കോലത്തിൻ്റെ ചെറിയ പീസും എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഈ ഒരു മസാലയാണ് ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി പൊടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മിക്സിയിൽ പൊടിച്ചാലും കുഴപ്പമില്ല, ഒരുപാട് പൊടിഞ്ഞു പോകാതിരുന്നാൽ മതി. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 3 ഏലക്കയും കറുത്ത കളറിലുള്ള ഏലക്ക ഒരെണ്ണം ഇട്ട് കൊടുത്ത് 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇതുപോലെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കണം. എത്രത്തോളം ചെറുതാക്കാം അത്രയും നല്ലതാണ്. ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. നേരത്തെ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. സവാളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ആ സമയത്ത് ഞാൻ ഈ ഒരു മസാല ഇടിച്ചിട്ടെടുക്കുന്നുണ്ട്. ഒരുപാട് പൊടിയാതെ ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത്. സവാള ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഓയിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ചാണ് ചേർത്തിട്ടുള്ളത്.
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എരിവിൻ്റെ അനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്തുള്ള മുളക് പൊടി നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ 1.25 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകാനായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് മസാല കരിഞ്ഞു പോകാതെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടി പിടിക്കാതെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് പിന്നീട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇങ്ങനെ അടിയിൽ കൂടുതലായിട്ട് പിടിക്കാതിരിക്കാനായിട്ട്. അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാൻ ഓയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തത്. ഇനി ഇതിലേക്ക് ചിക്കൻ, നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഒരു നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിയതിന് ശേഷം വേണം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ. ചിക്കൻ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കി വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മളിതിൽ തൈരൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ട്. ഹൈദരാബാദി ചിക്കൻ മസാല ഒരുപാട് ലൂസായിട്ടുള്ളതല്ല, കുറച്ച് നല്ല തിക്കായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ കുറച്ച് മാത്രം എണ്ണ ചേർത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ വരും. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ബാക്കി വെച്ചിട്ടുള്ള ആ മസാലയും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഹൈദരാബാദി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഈസിയാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ മസാലയാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഈ ഒരു മസാലയ്ക്കുള്ളത്. ഈ ഒരു ചിക്കൻ മസാല പൊറോട്ടയുടെ ഒപ്പമോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ ഈ റൊട്ടിയും അടിപൊളിയാണ്. ഈ ഒരു ചിക്കൻ മസാലയുടെ ഒപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു റൊട്ടിയാണിത്. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ലെയറുകളൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വീശി അടിച്ചിട്ടുള്ള പൊറോട്ട ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഇത് കഴിക്കാൻ പറ്റും. അത്ര തന്നെ പാടില്ല ഇതുണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്